അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് GCC രാഷ്ട്രങ്ങളാണ്. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാറിലേക്ക് എത്തണമെന്നാണ് സൗദി അറേബ്യയോടും ഖത്തറിനോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് മേൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇറാനുമായിട്ടുള്ള ഏതൊരു യുദ്ധത്തിന്റെയും ഇമ്പാക്ട്, അതിന്റെ പ്രതിഫലനങ്ങൾ, പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് GCC രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഈ രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപിനോട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേലുമായി നോർമലൈസേഷൻ കരാറിലേക്ക്, അബ്രഹാം കരാറിലേക്ക് കടന്നു വരണമെന്നാണ് ഖത്തറിനോടും സൗദി അറേബ്യയോടും പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രംപിന്റെ ഒരു വിചിത്രമായ നീക്കമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. കാരണം GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ബഹ്റൈൻ, UAE ഈ രണ്ട് രാഷ്ട്രങ്ങളാണ് നിലവിൽ ഇസ്രായേലുമായി അബ്രഹാം കരാറിൽ ഒപ്പിട്ടുള്ളത്. ഈ രാഷ്ട്രങ്ങളുടെ ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ദുരന്തം അവർക്കുണ്ട്. സൗദി അറേബ്യയും അതുപോലെ തന്നെ ഖത്തറും കുവൈത്തും തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ അവരുടെ സ്വന്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും സ്വന്തമായ നിലപാടുകൾ പറയാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഈ രാഷ്ട്രങ്ങൾക്ക്, ബഹ്റൈൻ, UAE രാഷ്ട്രങ്ങൾക്ക് ഇസ്രായേൽ പറയുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങാൻ കഴിയാത്ത വിധം അതിന് അഡിക്റ്റ് ആയി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നിർബന്ധിതമായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളേണ്ട സാഹചര്യം ഈ രാഷ്ട്രങ്ങൾക്കുണ്ട്. എന്നാൽ സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇത്തരം തലങ്ങളിലേക്ക് വന്നാൽ അത് മുസ്ലിം വേൾഡിൽ തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. കാരണം ഖത്തറിന് നമുക്ക് മാറ്റിവെക്കാം. സൗദി അറേബ്യയുടെ കാര്യം മാത്രം എടുത്താൽ ഇത് ലോക മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട അവർ ആദരിക്കുന്ന ഇരു ഗേഹങ്ങളുള്ള രണ്ട് ഹറമുകൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണെന്ന് അറിയാം. ഇവിടെ ഇസ്രായേലിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഈ രാഷ്ട്രത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കടലിനും ചെയ്ത്താനിനും ഇടയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ട്രംപിന്റെ ഭീഷണികൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു, പക്ഷെ അതിന് വിധേയപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇവിടെ ആക്സിയോസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സൗദി അറേബ്യ ഇതിനൊരു വിചിത്രമായ ഒരു ആവശ്യമായി കാണുന്നു. മൗനം പാലിച്ചിരിക്കുകയാണ് ഖത്തറും സൗദി അറേബ്യയും. അതിന് യെസ് എന്നോ നോ എന്നോ പറയാനുള്ള സാഹചര്യം അവർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ രണ്ടും പറയാനുള്ള പ്രയാസം അവർക്ക് മുന്നിലുണ്ട്. നിലവിൽ അവർ മൗനം പാലിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ട്രംപ് ആവട്ടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാലും മറ്റൊരു ഭാഗം പിടികൂടണം എന്നതാണ് ട്രംപിന്റെ ഉദ്ദേശം. ഇറാനുമായി യുദ്ധം ചെയ്ത് അവരുടെ ലക്ഷ്യം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ യുദ്ധത്തിലൂടെ മറ്റെന്തെങ്കിലും നേടാൻ സാധിക്കണം, ഞാൻ അത് നേടിയെടുത്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കിട്ടണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.